ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ 2024 LDC LGS എക്സാമുകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന, നമുക്കറിയാം 20 മാർക്കോളം കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതിൽ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. ഇതിനു മുന്നേ നമ്മൾ 3 വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊരു മോക്ക് ടെസ്റ്റായി ചെയ്യാം. എത്ര മാർക്ക് കിട്ടിയെന്ന് പറയൂ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയയ്ക്കാണ്. അവിടെ വളരെ ചെറുതായിട്ട് മാതൃ എന്ന് പറഞ്ഞാൽ മാതാവ്, സക്കറിയയിൽ കറിയുമുണ്ട്. നമ്മുടെ വീട്ടിൽ സാധാരണയായി അമ്മയാണ് കറി വയ്ക്കുക. അപ്പം മാതൃഭൂമി പുരസ്കാരം സക്കറിയയ്ക്ക്, മാതാവ് കറി എന്നോർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ ഓർത്തു വയ്ക്കുക. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും, എന്തുണ്ട് വിശേഷം പിലാത്തോസെ. ഈ 2 എണ്ണം ഓർത്തു വെച്ചാൽ മതി. അവിടെയും നമുക്ക് എളുപ്പമുണ്ട്. സക്കറിയയാണ്, ഭാസ്കര പട്ടേലർ, എന്തുണ്ട് വിശേഷം പിലാത്തോസെ. വീട്ടിൽ അമ്മമാരാണ് വന്നാൽ ഉടനെ വിശേഷം ചോദിക്കുക, അല്ലേ? അപ്പോൾ ഭാസ്കര പട്ടേലരോട് മാതാവ് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അതിനുശേഷം കറി വിളമ്പി കൊടുത്തു. ആ പുസ്തകങ്ങളും മാതൃഭൂമി പുരസ്കാരവും സക്കറിയനെയൊക്കെ നമുക്ക് ഒന്നിച്ച് കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കാം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അടുത്ത ചോദ്യം അതാണ്. IV ദാസ് പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുകുന്ദനാണ്. അപ്പോൾ മുകുന്ദൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ എന്നുള്ളത്. ഹരിദ്വാർ നമുക്കറിയാം തീർത്ഥാടന കേന്ദ്രമാണ്. മണി മുഴക്കിയിരിക്കുന്ന ഒരു ദാസനാണ് മുകുന്ദൻ. മുകുന്ദൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല കേട്ടോ, പക്ഷെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഓർക്കുകയാണ്. മണി മുഴക്കിയിരിക്കുന്ന ഒരാളാണ്, ഒരു ഭക്തനാണ്, ദാസനാണ്. ആര്? മുകുന്ദൻ എന്ന് ഓർക്കുക. അപ്പം ദാസ് പുരസ്കാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റേതാണ്. അത് M മുകുന്ദനാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. 2023 ഭീമ ബാലസാഹിത്യ അവാർഡ് കൂടി M മുകുന്ദനാണ് എന്നുള്ളതിൽ ഓർത്തു വയ്ക്കുക. ഭീമ ബാലസാഹിത്യ അവാർഡ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, ആവിലായിലെ സൂര്യോദയം, ഡൽഹി ഗാഥകളും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, ആകാശത്തിന് ചുവട്ടിൽ, ആദിത്യനും രാധയും മറ്റു ചിലരും. ഇതൊക്കെ തന്നെ MV മുകുന്ദൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലുണ്ട്, ദൈവത്തിൻ്റെ വികൃതി. അപ്പോൾ മയ്യഴിപ്പുഴയത്തിൻ്റെ തീരത്ത് ദൈവത്തിൻ്റെ ഒരു വികൃതി നടക്കുകയാണ്, ദൈവത്തിൻ്റെ ഒരു കൃതി നടക്കുകയാണ്. ഒരു ദൈവവിശ്വാസി ആലോചിച്ചാൽ മതി. അവിടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നു, സൂര്യോദയം. ആ സൂര്യോദയത്തിൻ്റെ സമയത്താണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നത്. ആകാശത്തിന് ചുവട്ടിനുള്ള സകലതും ആദിത്യനും ഒക്കെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈശ്വരവിശ്വാസികൾ. അതിനെ ആലോചിച്ച് രാധ ഡൽഹിയിലിരുന്ന് തൊഴുകയാണ്. ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഓർത്തു വയ്ക്കാനുള്ളൊരു കോഡാണ് പറയുന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു വികൃതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായ ഒരു സൂര്യോദയം ഉണ്ടാവുകയാണ്. ആ സൂര്യോദയം ഉണ്ടാകുമ്പോൾ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുകയാണ്. അപ്പോൾ മുകുന്ദൻ അവിടെ ഒരു ദാസനെ പോലെ മണി മുഴക്കുകയാണ്. ദാസ് പുരസ്കാരം മുകുന്ദനാണ്. ആകാശത്തിൻ്റെ ചുവട്ടിലുള്ള എല്ലാതും ദൈവത്തിൻ്റേതാണ്, സൂര്യനും ദൈവത്തിൻ്റേതാണ്, ആദിത്യനും ദൈവത്തിൻ്റേതാണ് എന്ന് വിചാരിച്ച് രാധ ഡൽഹിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇയ്യങ്കോട് ശ്രീധരൻ ഏത് പുരസ്കാരം നേടി? ഇയ്യങ്കോട് ശ്രീധരൻ PN പണിക്കർ പുരസ്കാരം നേടി. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. EM കൊണ്ട് ശ്രീധരൻ പണിയെടുക്കുകയാണ്. EM കൊണ്ടാണ് ശ്രീധരൻ്റെ പണി. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ EM കൊണ്ട് ശ്രീധരൻ്റെ പണി. അപ്പോൾ EM കൊണ്ട് ശ്രീധരൻ്റെ പണി. അപ്പോൾ ഇയ്യങ്കോട് ശ്രീധരൻ PN പണിക്കർ പുരസ്കാരം. 2 ലൈബ്രറി കൗൺസിലിൻ്റേതാണ്. IV ദാസ് പുരസ്കാരവും PN പണിക്കർ പുരസ്കാരവും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴത്തെ മാർപ്പാപ്പയാണ്. കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ്, പരമാധികാരിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി.
ഔദ്യോഗിക വസതിയൊക്കെ ഉപേക്ഷിച്ച് ഒരു തെരുവിൽ ഒരു സാധാരണ വീടിൽ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയാണ്. നമുക്ക് പറയുമ്പോൾ നമുക്ക് ഗാന്ധിയെ ഓർക്കാം. ഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ അല്ലേ പറയണത് ജീവിതത്തിൽ പകർത്തിയ ആളാണ്. അതുപോലെയാണ് മാർപ്പാപ്പയും ഒരു ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. അതായത് എക്കണോമി ക്ലാസ്സിലെ സഞ്ചരിക്കൂ, അങ്ങനെ ഒരുപാട് ഗുണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്താൽ നമ്മുടെ മനസ്സിലേക്ക് അത് ഓർമ്മയിൽ നിൽക്കും. രാജ്യം വിടുന്ന കുറ്റവാളികളെ തിരിച്ചറിയാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സാങ്കേതിക വിദ്യ എന്താണ്? രാജ്യം വിടുന്ന കുറ്റവാളികളെ തിരിച്ചറിയാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പുതിയ സാങ്കേതിക വിദ്യയാണ് നാഫിസ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്, ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിലൊക്കെ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്ഥാപിച്ചുകൊണ്ടാണ് രാജ്യം വിടുന്ന കുറ്റവാളികളെ തിരിച്ചറിയാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സാങ്കേതിക വിദ്യയാണ് നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റർ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. അതിൽ N, ഇവിടെ A കണ്ടോ, F ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് നാഫിസ്. അടുത്തത്, അപ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് വേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഏത് രാജ്യമാണ് ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനം നേടിയത്? ഫിൻലൻഡാണ്. ഫിൻലൻഡിലാണ് ഏറ്റവും സന്തോഷം നിലനിൽക്കുന്ന രാജ്യമെന്നാണ് ലോക സന്തുഷ്ടി സൂചിക പ്രകാരം പറയുന്നത്. ഭൂട്ടാനാണ് ഈ ലോക സന്തുഷ്ട സൂചിക തയ്യാറാക്കിയത്. അപ്പോൾ ആ ലോക സന്തുഷ്ട സൂചികയെ പ്രകാരം ലോകത്തെ ഏറ്റവും സന്തുഷ്ട രാജ്യം ഫിൻലൻഡാണ്. 7ാമത്തെ തവണയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഈ സന്തുഷ്ടി റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ്. ഇങ്ങനെ പല നമ്പർ നിങ്ങൾ PSCക്ക് പഠിക്കുന്നുണ്ട്, മാറിപ്പോവും, ധാരാളം മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതിന് നിങ്ങളോട് പറയുന്ന ഒരു സൂത്രമാണ് നമ്പേഴ്സിന് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. 1ന് കാൻഡിൽ എന്നുപയോഗിക്കാം, 1 ആണല്ലോ. 1ന് സൺ എന്നോ സൂര്യൻ എന്നോ അല്ലെങ്കിൽ കാൻഡിൽ എന്നോ ഉപയോഗിക്കാം. 2ന് നമുക്ക് ഡെക്ക് എന്ന് പറയാം. കാരണം 2 നമ്മൾ കഴിഞ്ഞതിലും ചർച്ച ചെയ്തതാണ്. 2 എന്ന് പറയുന്നത് ഒരു താറാവിൻ്റെ പോലെയാണല്ലോ അല്ലേ, വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ഒരു താറാവിനെ നമുക്ക് 2ൽ നിന്ന് ഉണ്ടാക്കാം. 6 എന്ന് പറയുന്നത്, അപ്പോൾ 2ന് ഡക്ക് എന്നും ഷൂ എന്നും പറയാം, 2 ഷൂ. അതുപോലെ തന്നെ 6ന് സ്റ്റിക്കർ എന്ന് പറയാം, സ്റ്റിക്ക് എന്ന് പറയാം, 6ന് സ്റ്റിക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ 6ന് ഒരു ആനയുടെ തുമ്പിക്കൈയുടെ ആകൃതിയുണ്ട് അല്ലേ, ഒരു ആനയുടെ തുമ്പിക്കൈയുടെ ആകൃതിയുണ്ട് 6ന്. അപ്പോൾ 6ന് എലിഫൻറ്റിൻ്റെ തുമ്പിക്കൈയായിട്ടും അതുപോലെ തന്നെ സ്റ്റിക്കായിട്ടും നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇന്ത്യയിലെ ഒരു ദരിദ്രനെ സങ്കല്പിക്കുക. ഇന്ത്യയിൽ ഒരുപാട് പേര് സന്തുഷ്ടരാണ്, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നില്ല? ഇന്ത്യയിലെ ഒരു ദരിദ്രൻ, ആ ദരിദ്രൻ വൃദ്ധനാണ്. ആ വൃദ്ധനായ ദരിദ്രൻ ഇപ്പോഴും തൻ്റെ ജോലിയായ താറാവിനെ മേയ്ക്കുകയാണ്. ഓക്കെ, അദ്ദേഹം എന്തിനെയാണ് മേയ്ക്കുന്നത്? താറാവിനെ. കണ്ടുവോ? അദ്ദേഹത്തിൻ്റെ അങ്ങനെ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും? ഒരു സ്റ്റിക്ക് ഉണ്ടായിരിക്കും. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ താറാവിനെ എന്ത് ചെയ്യാണ്? അദ്ദേഹം പാലിക്കുകയാണ്. രാത്രിയാണ്. ഈ താറാവിനെ റോട്ടിൽ കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന ചിത്രം കണ്ടിട്ടില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു മെഴുകുതിരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു മെഴുകുതിരിയുണ്ട്, ഒരു സ്റ്റിക്ക് ഉണ്ട്. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ 6ന് പകരം നമ്മൾ ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റിക്ക് എന്നും ആലോചിക്കുക. ഇവിടെ ആനയുടെ തുമ്പിക്കൈ യോജിക്കില്ല. ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കുക. ഇപ്പം നോക്കൂ, നമ്മൾ ഒന്നും കൂടി മനസ്സിൽ ഉറപ്പിക്കുന്നു. 1 എന്ന് പറഞ്ഞാൽ സൺ എന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് 1ന് പകരം നിങ്ങൾക്ക് എന്തും ആലോചിക്കാം, കത്തുന്ന ഒരു മെഴുകുതിരിയും ആലോചിക്കാം. 2ന് പകരം ഒരു താറാവിനെയും, അതുപോലെ തന്നെ 2ന് പകരം നിങ്ങൾക്ക് എന്തിനേയും ആലോചിക്കാം, 2 ഷൂ എന്നും ആലോചിക്കാം. 6ന് അതിൻ്റെ സൗണ്ടിനോട് ഒന്നു വരുന്ന സ്റ്റിക്ക് എന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ 6ന് നിങ്ങൾക്ക് ആനയുടെ തുമ്പിക്കൈയും ആലോചിക്കാം. ഞാനിവിടെ 1നെ ഒരു വടിയാക്കിയെടുത്തു, 2നെ താറാവാക്കിയെടുത്തു. എന്നിട്ട് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിക്കും കണ്ടു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണൂ. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വൃദ്ധൻ, ഒരു പരമദരിദ്രനായ വൃദ്ധൻ, ഇന്ത്യയുടെ അവസ്ഥ, ചില ആളുകളുടെ അവസ്ഥ, ഇന്ത്യയുടെ പരമദരിദ്രനായ ഒരു വൃദ്ധൻ
തൻ്റെ മക്കളുടെ മക്കളെയും അവരെയും ഒക്കെ എന്ത് ചെയ്യുന്നതിന് പോറ്റുന്നതിന് വേണ്ടി ഭർത്താക്കന്മാരൊക്കെ ഉപേക്ഷിച്ച് പോയിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീധനം കൊണ്ട് പ്രയാസമായിരിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ഏതെങ്കിലും അപകടത്തിൽ മരിച്ചു പോയതോ ആയി സങ്കല്പിക്കുക. അദ്ദേഹമാണ് ഇപ്പോഴും ആ കുടുംബത്തെ പോറ്റുന്നത്. അതിനുവേണ്ടി രാത്രി എന്ത് ചെയ്യുകയാണ്? ഒരു വടിയെടുത്ത് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ താറാവിനെ മേയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടോ അദ്ദേഹം രാത്രി പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെളിച്ചം കാണുന്നതിന് വേണ്ടി ഒരു മെഴുകുതിരി മാത്രമാണ് കയ്യിലുള്ളത്. അപ്പോൾ ഒരു മെഴുകുതിരി, താറാവ്, വടി പിടിച്ച് നിൽക്കുന്ന ഒരു വൃദ്ധൻ. വേണമെങ്കിൽ അദ്ദേഹം കൂനിക്കൂടിയിരിക്കുകയാണ് എന്നും പോലെ കൂനി നിൽക്കുന്ന ഒരാളാണെന്നും കൂടി വെച്ചാൽ 6 കൂനയും ഉണ്ട് അവിടെ. 126 നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെത്താൻ എത്തും. ഓക്കെ, ഇങ്ങനെ ഇതിന് 2 ഇമേജ് മാത്രമേ ഒരു നമ്പറിന് കൊടുക്കാൻ പാടുള്ളൂ, കൂടുതൽ കൊടുക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇനിയുള്ള എൻ്റെ ക്ലാസ്സുകളിൽ ഈ നമ്പർ വരുമ്പോൾ നിങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തും. ഓക്കെ, അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യം ഏതാണ്? അത് ദക്ഷിണ സുഡാനാണ്. ഈ ദരിദ്രന്മാരെന്താ ചെയ്യുക? അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയത് മുഴുവൻ അവർ ചുട്ടു കഴിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ചുടുന്നു ദരിദ്രൻ, അല്ലേ? ദരിദ്രന്മാരുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കിട്ടിയത് മുഴുവൻ എന്തും അവർ ചുട്ടു കഴിക്കും. അപ്പോൾ സുഡാൻ, ചുടുക, ദരിദ്ര രാജ്യം. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യം IMFൻ്റെ അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കനുസരിച്ച് സുഡാനാണ്. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടിയ സിനിമ ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറിയ ഒരു സിനിമയാണല്ലേ? ഫ്രണ്ട്ഷിപ്പിൻ്റെ മാഹാത്മ്യം പറയുന്ന, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചങ്കുകളാണെന്ന് തീർത്തും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് മഞ്ഞുമൽ ബോയ്സ്. ഇപ്പം മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. ഓർത്തു വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? അത് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാനാ ജഗന്നാഥ് ശങ്കർ സിദ് സ്റ്റേഷൻ എന്നാണ്. അതിലെ ജഗന്നാഥിനെ ഓർക്കുക. നമുക്കറിയാം മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രമാണ് ജഗന്നാഥൻ. ജഗന്നാഥൻ ബോംബെയിൽ നിന്നാണ് വരുന്നത്. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രം ജഗന്നാഥൻ, അദ്ദേഹം ബോംബെയിൽ നിന്ന് വരുന്നു. ബോംബെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിട്ട് മൂപ്പരിങ്ങനെ ഗുണ്ടയായി നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സ്റ്റേഷൻ. അവിടെ ജഗന്നാഥൻ എന്നോർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ഇടവിട്ട ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ 3 വീഡിയോ കഴിഞ്ഞു. ഇത് 4ാമത്തെ വീഡിയോ ആണ്. ക്ലാസ്സുകൾ സ്ഥിരമായി കാണുക. ഈ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇതൊക്കെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരും. നമ്മുടെ അത്തരം ദിവസം ഡെയിലി പ്ലാൻ കിട്ടുന്നതിന് LDCയുടെ ഒരു ക്രാഷ് കോഴ്സും LGSൻ്റെ ക്രാഷ് കോഴ്സും കൂടി നടക്കുന്നുണ്ട്. ഇത് 31ാമത്തെ ദിവസമാണിന്ന്. 32ാമത്തെ ദിവസമാണ്. പക്ഷെ 1ാമത്തെ ദിവസം മുതൽ തന്നെ പഠിക്കാം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്? ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീഡിയോ ക്ലാസ് ഉണ്ട്, PDF ഉണ്ട്, അന്നന്നത്തേക്കുള്ള ഡെയിലി പ്ലാൻ ഉണ്ട്, എക്സാം ഉണ്ട്. ഒക്കെ വാട്സപ്പിൽ ചതറി കിടക്കുകയല്ല, ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ചേരുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.